ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബനാന പാറ്റീസാണ്. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 ഏത്തക്കയാണ്. അതുപോലെ പഴുത്ത ഏത്തക്ക അത് പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അരമുറിയുടെ പകുതി തേങ്ങ, ഇത് വറുത്ത് വെച്ചിരിക്കുന്ന എള്ളാണ്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി ഞുറുക്കിയത്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യം പോലെ എടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ മിക്സിയിലിട്ടു അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അരയരുത്, ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ പൊടിച്ചെടുത്തു, നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ്. അപ്പം അതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് അത് വറുത്തെടുക്കാം. കശുവണ്ടി ഒരുമാതിരി മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് തേങ്ങ ഇടാം. തേങ്ങായി ഒന്ന് മൊരിയത്തക്ക രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങായി ഒരുമാതിരി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഏത്തക്ക ഇടാം. നല്ലതുപോലെ വെന്ത ഏത്തക്ക നമുക്ക് സ്പൂൺ കൊണ്ടത് ഉടച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഏത്തക്കായും കൂടെ നെയ്ക്കകത്ത് കിടന്നൊന്ന് മൊരിഞ്ഞ് കിട്ടണം. നമ്മൾ ഇളക്കി ആ ഏത്തക്കായും തേങ്ങായും അതും കൂടെ മിക്സ് ആകുകയും ചെയ്യും, മൊരിയുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇതിൻ്റെ കണക്കിന് നമ്മൾ ആക്കി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതേ പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് എള്ളിടാം. എള്ളുമായിട്ട് ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ആക്കാം. ഇനി നമുക്കത് ഉരുട്ടി നമ്മുടെ കണക്കിന് പരത്തിയെടുക്കണം. നമ്മൾ എല്ലാം പരത്തി വെച്ച് കഴിയും. ഇനി നമ്മൾ വേറൊരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ നെയ്യ് നല്ലതുപോലെ നെയ്യ് തൂക്കുക. ഈ നെയ്ക്കകത്ത് വേണം ഇത് മൊരിഞ്ഞ് കിട്ടാൻ. ഇനി നമുക്ക് പരത്തിയ ഓരോന്നും അതിൻ്റെ പുറത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാറ്റീസാണിത്. നല്ലതുപോലെ പഴുത്ത ഏത്തക്ക ആയിരിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്, മറുവശം കൂടെ മൊരിച്ചെടുക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ മൊരിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ബനാന പാറ്റീസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.